സഹോദരാ, അല്ലാഹു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രയാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. അല്ലാഹു നിന്റെ മഈസത്ത് തകർത്ത് കളഞ്ഞല്ലോ, നിന്റെ ജീവിത മാർഗത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ, സാമ്പത്തികമായി പ്രയാസമായല്ലോ, നിന്റെ കച്ചവടം മുഴുവനും പൊളിഞ്ഞല്ലോ, നിന്റെ വരുമാനം മുഴുവനും നിലച്ചല്ലോ. പെങ്ങളെ അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ കലാമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു നിന്നെ തകർത്തതാണ്, നിന്റെ കച്ചവടം പോയതാണ്, നിന്റെ കച്ചവടം നഷ്ടപ്പെടുത്തിയതാണ്. നീ പടച്ചവനെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തവനാണ്, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ പെങ്ങളെ എല്ലാം പോയി മോള്, എല്ലാം പോയി മോള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? കോടികൾ കൊടുത്ത് വീട് വെച്ചാൽ സമാധാനം കിട്ടൂല, പടച്ചവനെ വേലക്കാരെ വെച്ചാ സമാധാനം കിട്ടൂല, കാറ് വാങ്ങിയിട്ടാ സമാധാനം കിട്ടൂല. പെങ്ങളെ സമാധാനം കിട്ടണമെങ്കിൽ നിന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ കരയുകയാ. ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ്. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം ഖുർആനാണ്. ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, ആ ഖുർആൻ ആ വീട്ടുകാര് പാരായണം ചെയ്യാതെ വന്നാ ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ, ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് തേങ്ങുകയാ. എങ്ങനാ പെങ്ങള് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് തേങ്ങുമ്പോ അല്ലാഹു സമാധാനം തരുവോ? ഉമ്മ മനസ്സറിഞ്ഞിട്ട് പറവുമ്മ, തൊട്ടിട്ട് എത്ര നാളായി അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുകയാണ് ഖുർആൻ. ഒന്ന് തുറക്കാൻ സമയമില്ലല്ലോ, ഒന്ന് തുടയ്ക്കാൻ സമയമില്ലല്ലോ, ഒന്ന് ചുംബിക്കാൻ സമയമില്ലല്ലോ, ഒരായത്തെങ്കിലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ. കാരണം പടച്ചവനെ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. പിന്നെ എങ്ങനാ വാപ്പാ അല്ലാഹു സമാധാനം തരുന്നത്, സന്തോഷം തരുന്നത്, ബർക്കത്ത് തരുന്നത്, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്? പടച്ചവനെ അല്ലാഹു എല്ലാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ നിന്റെ തകർച്ചയുടെ കാരണം ഖുർആനാ. അതാ പറഞ്ഞത്, ഖുർആനിനോട് കളിക്കരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ ഉമ്മമാര് പറയട്ടെ,